ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. നമുക്കിന്ന് എല്ലാ സഭകളിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. സഭയിലിരുന്നു കൊണ്ട് ഘോരഘോരം പ്രസംഗിക്കും, ബൈബിൾ വചനം പ്രസംഗിക്കും, പക്ഷേ പ്രവൃത്തിയിൽ ലവലേശമില്ലാത്ത ഒരു സഭയാണ് ഭൂരിഭാഗവും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പണം മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന കുറേ സഭകളുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റർമാരും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പല സഭകളിലും പോയിട്ടുണ്ട്. ഒരു സ്തോത്ര കാഴ്ചയ്ക്ക് ഒരു 10 രൂപ ഒരാളിട്ടു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ പറയുകയാണ്, 10 രൂപ സ്തോത്ര കാഴ്ച ഇടാൻ വേണ്ടി പറ്റില്ല, അത് എണ്ണാൻ ബുദ്ധിമുട്ടാണെന്നത്. എത്ര കുറഞ്ഞ പൈസ ഇട്ട് കഴിഞ്ഞാലും അത് ദൈവത്തിന് വലുതാണ്. നമ്മളെ കയ്യിലുള്ള ഒരു സമ്പാദ്യം മൊത്തം 10 രൂപയാണെങ്കിൽ അത് ദൈവത്തിന് ഏറ്റവും വലുതാണ്. ഹല്ലേലൂയ സ്തോത്രം. അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കാത്ത വിശ്വാസം ജീവനില്ലാത്തതാണ്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ ശരീരത്തിന് ആവശ്യമായത് നൽകാതെ എന്ത് പുണ്യം പ്രസംഗിച്ചാലും ഫലമൊന്നുമില്ല. വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മേന്മയൊന്നുമില്ല. ശരീരത്തിനും ജീവൻ എന്നതുപോലെയാണ് വിശ്വാസത്തിന് പ്രവൃത്തി. ദരിദ്രരോടുള്ള പരിഗണനയാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രവൃത്തിരഹിതമായ വിശ്വാസത്തിന് ഒരുവനെ രക്ഷിക്കാനാവില്ല. മറിച്ച് വിശ്വാസത്തിൽ നിന്നുയർന്നുകൊള്ളുന്ന പ്രവൃത്തികളാണ് ഒരുവനെ രക്ഷയ്ക്കർഹനാക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പിശാചുകൾക്ക് പോലുമുണ്ടെന്ന് യാക്കോബ് ശീലയുടെ വാദം. ഈശോയുടെ ദൈവപുത്രത്വം ഏറ്റുപറയുന്ന പിശാചു ബാധിതരെ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നുണ്ടല്ലോ. അവിടുത്തെ സാന്നിധ്യത്തിൽ അവർ വിറയ്ക്കുന്നതും നമ്മൾ കാണുന്നുണ്ട്. പിശാചിൻ്റെ ഈ വിശ്വാസം പ്രവൃത്തി പദത്തിലെത്തുന്നതല്ലോ. പിതാവായ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിക്കാൻ തയ്യാറായ പ്രവൃത്തി വഴിയാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.